പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. RSS എന്ന് പറയുന്നത് എന്താ, എതിർക്കപ്പെടേണ്ട ഒരു സംഘടനയാണോ? നമ്മുടെ പ്രധാനമന്ത്രി RSS അല്ലേ, ആഭ്യന്തരമന്ത്രി RSS അല്ലേ, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പോലും RSSകാരല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള RSSകാർ ഭരിക്കുന്ന രാജ്യം, RSSകാർ കൃത്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു രാജ്യമാണ്. അപ്പം RSS മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനയാണെന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇവിടെ CPM-ന്റെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, പിണറായി വിജയൻ നമ്മുടെ മദനിയുമായിട്ട് സ്റ്റേജ് പങ്കിട്ടാൽ അത് വർഗീയമായിട്ടാണോ ഇദ്ദേഹം കാണുന്നത്, അതോ അതും ഈ പറഞ്ഞ പോലെ മതേതരമായിട്ടാണോ കാണുന്നത്? തീവ്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഏതൊരു സംഘടനയും എതിർക്കുമെന്ന് പറയുമ്പോൾ മദനിയുമായി പിണറായി വിജയൻ സ്റ്റേജ് പങ്കിടുന്നത് ഓക്കെയാണോ ഇദ്ദേഹത്തിന്? അപ്പം ഈ അനാവശ്യമായിട്ടുള്ള ചില തർക്കങ്ങളിലേക്ക് പോവുക, നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ യൂണിവേഴ്സിറ്റികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാതെ പോവുക, അതൊക്കെയാണ് ഇവിടുത്തെ റിയൽ ഇഷ്യൂസ്. ഒന്നാമത് 13 യൂണിവേഴ്സിറ്റിയിൽ 13 യൂണിവേഴ്സിറ്റി ഉള്ളതിൽ 12 യൂണിവേഴ്സിറ്റിയിൽ VC അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ല. അപ്പൊ അതൊരു വലിയ പ്രശ്നമല്ലേ? കാരണം മേജർ അക്കാഡമിക് ആക്ടിവിറ്റീസ്, പുതിയ കോഴ്സസ് ലോഞ്ച് ചെയ്യുക, ഈ ഗ്രാൻസിന്റെ സാങ്ഷൻ ഒക്കെ ചെയ്യുന്ന വിഷയങ്ങൾ അതിൽ ഇന്ററിം ഇൻചാർജിന് പരിമിതികളുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചറിനെ പൂർണ്ണമായിട്ടും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പൊ അവര് മാത്രമല്ല, നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, അവിടെ പ്രിൻസിപ്പാളിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവിടേക്ക് ഒരു അക്കാഡമിക് വാക്യൂം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാക്യൂം ഉണ്ടാക്കണം അവര്. അപ്പൊ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യാതെ ഈ ഭാരതാംബ വിഷയം അല്ലെങ്കിൽ ഗവർണർ വേഴ്സസ് സ്റ്റേറ്റ് എന്ന രീതിയിലേക്കൊക്കെയുള്ള ചർച്ചകൾ കൊണ്ടുപോകുക, ഇവിടെ നിന്നുള്ള യഥാർത്ഥ പ്രശ്നങ്ങളും ഇതാണ് നിങ്ങളുടെ ഒരു ആഖ്യാന രീതി. അതായത് ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ താറുമാറായി കിടക്കുകയാണ്. ഈ സ്ഥിരം VCമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ മേഖല മുഴുവൻ അബദ്ധത്തിലായിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് സംരക്ഷകനായിട്ടുള്ളത് ഇപ്പോൾ ഗവർണറാണ്, അദ്ദേഹത്തിൻ്റെ നടപടികളാണ് എന്ന്. ഇപ്പോൾ NAC അക്രഡിറ്റേഷനിൽ A++ ഗ്രേഡ് 3.67 പോയിന്റ് കേരള യൂണിവേഴ്സിറ്റിക്ക്. കഴിഞ്ഞ റാങ്കിങ് വന്നപ്പോൾ കേരളത്തിലെ 2 സർവകലാശാലകളിലെ ആദ്യ 10-ൽ കേരള, കുസാറ്റ്, അതുപോലെ ഈ NIRF റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി 24 കഴിഞ്ഞ തവണ അത് 21. ക്യൂസ് വേൾഡ് റാങ്കിങ്ങിൽ സൗത്ത് ഏഷ്യയിൽ കേരള യൂണിവേഴ്സിറ്റി 89 സ്ഥാനം. NIRF റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്നുള്ള 100 കോളേജുകൾ ദേശീയ റാങ്കിങ്ങിൽ 81 രാജ്യങ്ങളിൽ നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രം പറയുകയാണ്, 81 രാജ്യങ്ങളിൽ നിന്ന് 2620 വിദ്യാർത്ഥികൾ ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ മാത്രം പഠിക്കാനായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു. ഇതൊക്കെ നിങ്ങളീ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞടക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണോ? NAC അക്രഡിറ്റേഷനിൽ A++ കിട്ടിയ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് എടുത്തു നോക്കാമോ? ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസിനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിറ്റീസിന്റെ ഗ്രോത്തിനെ കുറിച്ചാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ മാത്രം എല്ലാ കാലത്തും പോരാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മിഥുൻ, NIRF റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി 24 അത് കഴിഞ്ഞ തവണ 21. അങ്ങ് പറയുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ അബദ്ധത്തിലാണ് എങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിക്കുന്ന ഈ റാങ്കിങ്ങിൽ ഈ പറയുന്ന പൊസിഷൻ, പദവി, സ്ഥാനം അത് മോശമാണോ? അല്ല, ഈ സ്ഥാനം മാത്രം മതി എന്നാണോ താങ്കൾ പറഞ്ഞത്? അപ്പൊ അതായത് മേജർ അക്കാഡമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുതിയ കോഴ്സസ് ലോഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ VC വേണ്ട, അവിടെ ഒരു ഇന്ററിം VC അല്ലെങ്കിൽ അങ്ങനെയാണോ പറഞ്ഞത്? സ്ഥിരം VCമാരില്ലാതെ ഉന്നത വിദ്യാഭ്യാസ മേഖല അവതാളത്തിലാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങയുടെ അങ്ങ് തന്നെ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ റാങ്കിങ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ മറുപടി. അതിന്റെ അർത്ഥം അവിടെ സ്ഥിരം VCമാർ വേണ്ട എന്നല്ല കേട്ടോ. അല്ലല്ല വേണു, ഞാൻ കൃത്യമായി ഔട്ട്ലൈൻ ചെയ്ത കാര്യങ്ങളുണ്ട്. ഗ്രാൻസിന്റെ സാങ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ കോഴ്സസ് ലോഞ്ച് ചെയ്യുന്ന വിഷയങ്ങൾ, അക്കാഡമിക് ഇനീഷ്യേറ്റീവ്സ്. ഞാനിവിടെ യൂണിവേഴ്സിറ്റികളെല്ലാം തകർച്ചയിലാണ്, നമ്മുടെ വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു എന്ന് താങ്കളുടെ വ്യാഖ്യാനമാണ്. അത് കഴിഞ്ഞിട്ട് താങ്കൾ അതിനെ കൺക്ലൂഡ് ചെയ്ത് അങ്ങനെയാണ് താങ്കളുടെ വ്യാഖ്യാനം, അത്രയും ഞാൻ പറഞ്ഞോളൂ. ഞാനിവിടെ സ്പെസിഫിക് ആയി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ വരുന്നൊരു ഡിലേഡ് പ്രോസസ് ഉണ്ട്. അതിനെ അക്കാഡമിക് അച്ചീവ്മെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഈ 2 കാര്യങ്ങളും വേറെയാണ്. അപ്പൊ താങ്കൾ സൂചിപ്പിക്കുന്നത് ഇവിടെ VC ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഓക്കെ, അതാണോ ഇവിടുത്തെ നിലപാട്? ഇവിടുത്തെ CPM-ന്റെ നിലപാടാണ് താങ്കൾ പറഞ്ഞത്? എനിക്കറിയില്ല. താങ്കൾ എന്നോട് പറഞ്ഞ അതേ വാചകമാണ് എനിക്ക് അതിൽ മറുപടി. അത് താങ്കളുടെ വ്യാഖ്യാനമാണ്. താങ്കൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഒന്നുമായി ചേരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാക്യൂം അവിടെ ഉണ്ട്. ആ അഡ്മിനിസ്ട്രേറ്റീവ് വാക്യൂം ഫിൽ ചെയ്യാൻ ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പൊ താങ്കൾ പറയണില്ല ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, NAC-ന്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര റാങ്ക് ചെയ്യുന്നു, പല റാങ്കുകളും താങ്കൾ കോട്ട് ചെയ്ത് പറയണം. അതിൽ കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ VC അപ്പോയിന്റ്മെന്റ്സ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചാൽ പദവി തന്നെ എടുത്ത് കളയണ്ടേ? കാരണം നമ്മൾ അച്ചീവ്മെന്റ്സ് ഒരുപാടുണ്ട്. ഈ അച്ചീവ്മെന്റ്സ് കോട്ട് ചെയ്ത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മിഥുന് അറിയാം ഞാൻ അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളതെന്നും. ഉന്നത വിദ്യാഭ്യാസം നമുക്ക് ഈ പശ്ചാത്തലത്തിൽ മാറ്റാം. അല്ല, ഈ സ്ഥിരം VCകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം അവിടെ മാറി നിൽക്കട്ടെ. നമുക്ക് ഇങ്ങനെ എടുക്കാം. കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള 4 സർവകലാശാലകൾ കേരളത്തിലെ, അത് മികച്ച ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ട 4 സർവകലാശാലകളാണ്. പിന്നെ മറ്റ് ന്യൂനതകൾ, ഈ സ്ഥിരം VC ഇല്ലാത്ത അടക്കം, അത് ഭരണപരമായ കാര്യങ്ങളാണ്. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അതാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ അവസ്ഥയിൽ നിൽക്കുന്നത്. അല്ല, ഒരു സെക്കൻഡ്. VC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ ആരിൽ നിക്ഷിപ്തമായിരിക്കണമെന്നത് സംബന്ധിച്ചൊരു ബില്ലും നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ല് ആദ്യം പാസ്സാക്കിയ ഒരു സംസ്ഥാനമുണ്ട് എങ്കിൽ അത് ഗുജറാത്ത് ആയിരുന്നു. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു.
ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികൾ.